ഞാനെന്ത് ഈ മണ്ണിലടിന്നാണ് വന്നേ? എന്നോട് ചോദിച്ചാ ഞാനെങ്ങനെ അറിയാനാ? പേടിച്ച് ഞാനിപ്പോ ചത്തേനെ അറിയോ? രാത്രി ഞാൻ മണലിന്റെ മേളിലാണല്ലോ കിടന്നത്. അങ്ങനെയാണെങ്കിൽ രാവിലെ നിന്നെ ഒട്ടകം ചവിട്ടി താത്തി തരിക്കും. എന്റെ അമ്മേ. സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. നിർത്ത് നിർത്ത് നിർത്ത്. സ്റ്റോപ്പ് ദ കാർ. ഈ സ്ഥലത്ത് വന്നിട്ട് നിനക്ക് എന്താ തോന്നുന്നു? വല്ലാത്ത ചൂട് തോന്നുന്നു. അല്ലാതെ തണുപ്പുണ്ടാവോ? എടാ ക്രിയേറ്റീവ് ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കടാ. എനിക്ക് ഈ സ്ഥലം കാണുമ്പോൾ വിശാലമായിട്ട് എവിടെയെങ്കിലും പോയി വൃത്തികേട് സംസാരിക്കാതെ സാറേ. മൂത്രമൊഴിക്കുന്ന വൃത്തിയാണോ? പ്രോഗ്രാം കാണുന്ന ആളുകൾ ഈ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ നിർത്തണം. അതാണ് എന്റെ ഉദ്ദേശം. എന്തിനാ അങ്ങനെ പറയുന്നേ? പിന്നെ അല്ലാതെ ടാർസിങ്ങിന്റെ ഡയറക്ടറായിരുന്ന എന്നെ കുടിവെള്ളം പോലും കിട്ടാത്ത ഈ മരുഭൂമിയിലേക്ക് പറഞ്ഞു വിട്ട എന്തിനാണെന്ന് അറിയോ? ഇല്ല. ഒട്ടകത്തിന്റെ ചവിട്ട് കൊണ്ട് എന്റെ കട്ടയും പുറം മുളക്കാനാ. ചെന്നിട്ട് ഞാൻ അയാൾക്കൊരു പണി കൊടുക്കുന്നുണ്ട്. ഒട്ടക ചാണകത്തിന്റെ സുഗന്ധം. ഇവന്മാരിത് എങ്ങനെ സഹിക്കുന്നു ആവും? ഇവിടെ കാണുന്ന വൃത്തികേടല്ലേ നമുക്ക് പകർത്താം. ഞാനെന്ത് ഈ മണ്ണിലടിന്നാണ് വന്നേ? എന്നോട് ചോദിച്ചാ ഞാനെങ്ങനെ അറിയാനാ? പേടിച്ച് ഞാനിപ്പോ ചത്തേനെ അറിയോ? രാത്രി ഞാൻ മണലിന്റെ മേളിലാണല്ലോ കിടന്നത്. അങ്ങനെയാണെങ്കിൽ രാവിലെ നിന്നെ ഒട്ടകം ചവിട്ടി താത്തി തരിക്കും. എന്റെ അമ്മേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ വെയിലിനെയും മഴയും മാത്രമല്ല ഒട്ടകത്തിനെയും സൂക്ഷിക്കണം. ഇങ്ങനെ പോയ നമ്മുടെ കാര്യം പോക്കാ. എന്താണ് നീ കാണിക്കുന്നേ? ഇങ്ങനെ വീശിയാലല്ലേ മണൽ പോവുള്ളൂ. എന്റെ പങ്കജാക്ഷ ഇങ്ങനെ തുമ്മല്ലേ മൂക്ക് തെറിച്ചു പോവും. എന്റെ പേര് പങ്കജാക്ഷൻ. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? പട്ടി കഴുത്തിൽ ബെൽറ്റ് തൂക്കുന്ന പോലെ ഈ നെയിം ബോർഡ് തൂക്കിക്കൊണ്ട് നടക്കല്ലേ? അത് നോക്കിയ പോരെ. അപ്പൊ എവിടെ നാട്? വിജയവാഡ. പക്ഷെ വലിയൊരു TV പ്രോഗ്രാമിന്റെ ഡയറക്ടറാണ് ഞാൻ. അവിടുത്തെ പ്രോഗ്രാം പ്രൊഡ്യൂസറിന്റെ ഭാര്യയെ നോക്കിയത് കൊണ്ട് എനിക്കിട്ട് പണി കിട്ടിയതാ. അപ്പാള് പുലിയാണല്ലേ? കണ്ടാ പറയില്ല അല്ലേ? അയ്യോ എന്റെ അസിസ്റ്റൻസ് അവരെനിക്കിട്ട് പണി തന്നു അല്ലേ? ഇങ്ങനെ പണി തരുന്ന അസിസ്റ്റൻസിനാണ് നീ കൂടെ കൊണ്ട് നടക്കുന്നേ. ഇത്രയോ ഓർമ്മയുള്ളൂ, ബാക്കി മറന്നുപോയടാ. നീ പോയി ബാഗ് എടുത്തുണ്ടോ? പങ്കജാക്ഷ, ഞാനേ ഒരു കാര്യം ചോദിച്ചാ നീ തെറ്റിദ്ധരിക്കോ? ഈ ഡോക്യുമെന്ററി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെയിൽ കൊള്ളുന്നാണോ അതോ ഈ നടിമാരെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ പിന്നെ? എനിക്ക് നടിമാരുടെ അടുത്ത് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അയ്യോ, പിന്നെ കോളേജ് പിള്ളേരാണെങ്കിൽ ഓക്കെ. അതിനായും ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു പോയി. അതൊക്കെ പോട്ടെ. സാറിന് ഈ വെള്ളം കിട്ടാത്ത മരുഭൂമിയിൽ എന്താ പരിപാടി? എനിക്കോ? ഞാൻ നാട്ടിലൊരു വീട് പണിയാൻ മണൽ വാങ്ങിക്കാൻ വന്നതാ. എന്ത് ചോദിച്ചാലും തർക്കുത്തര പറയുള്ളൂ അല്ലേ? അല്ലെങ്കിൽ ഞാനും നീ തമ്മിൽ എന്തുവാടെ വ്യത്യാസം? നിനക്ക് ഏറ്റുമാനൂരപ്പനെ അറിയോ? ഞാൻ ഇടയ്ക്ക് പോയി തൊഴാറുണ്ടല്ലോ. എന്റെ അപ്പനും അവിടുത്തെ ഫാനാ, അതുകൊണ്ട് ആ പേര് എനിക്ക്. സാറിന്റെ പേര് ഏറ്റുമാനൂരപ്പനാ? പക്ഷെ ഏറ്റുമാനൂരപ്പൻ എന്നുള്ള പേര് നീളം കൂടിയതുകൊണ്ട് ഞാൻ ശിവനെ അങ്ങ് ചുരുക്കി. അതാണ് പേരാ സാറേ. കാരണന്മാരിട്ടതല്ലേ? ഓ അല്ല സാറേ, സാറിന്റെ അച്ഛനെന്താ പരിപാടി? എനിക്ക് അച്ഛനും അമ്മയൊന്നുമില്ല. എല്ലാം എന്റെ മുത്തച്ഛനാ. പുള്ളിക്കാരൻ മാഷാനേ രാവിലെ ആവുമ്പോ അങ്ങ് തുടങ്ങും. വീട്ടിൽ ട്യൂഷനുള്ളതുകൊണ്ട് ഏത് സമയവും പഠിത്തം. എന്തിന്? സമ്മാനം കൊടുക്കുന്ന പോലും നോട്ട് ബുക്കും പേനയൊക്കെ. അത് കണ്ട് എനിക്ക് സമ്മാനം. ഈ സാധന ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരി. TV കണ്ട് എല്ലാ ജോലിയും കൊളാക്കും. പിന്നെ ഇത് ഞങ്ങളുടെ അടുക്കളയിലെ കാര്യസ്ഥ. പാചകക്കുറിപ്പ് നോക്കി പാചകം ചെയ്ത് എന്റെ വയറൊരു പരിവാക്കി. ഈ ഗതികേടെല്ലാം കണ്ടുകൊണ്ട് എന്റെ അച്ഛനും അമ്മ ഇങ്ങനെ ഫോട്ടോയിലിരിക്കും. എന്റെ സ്കൂൾ റിപ്പോർട്ട്. വെരി ഗുഡ്. എന്താന്നറിയില്ല, ഞാൻ 90 മാർക്ക് വാങ്ങിയാലും എന്റെ മുത്തച്ഛനൊരു തൃപ്തിയില്ല. എല്ലാത്തിനും കൂടി 90 മാർക്കോ? ഇങ്ങനെ പോയ നീ എങ്ങനെ ജയിക്കൂടാ? ടാക്സി ഡ്രൈവർ ജോലി ഓൾറെഡി കിട്ടി. മുത്തച്ഛന് ഷുഗർ അല്ലേ, അതുകൊണ്ടാ സ്വീറ്റ്സ് വാങ്ങാൻ. സന്തോഷമായി മോനെ. ഭാഗ്യം ബസ്സിലെ കിളിയായില്ലല്ലോ.